ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം നമുക്ക് 8th ചാപ്റ്ററിലേക്ക് പോവാം. 8th ചാപ്റ്ററിൻ്റെ പേരാണ് ചൂഹോ മ്യാവു സോ രഹി ഹേ. ചൂഹോ മ്യാവു സോ രഹി ഹേ. ചൂഹ, ചൂഹ എന്താ? എലി, റാറ്റ്. മ്യാവു സോ രഹി ഹേ. മ്യാവു, മ്യാവ്. അതെ, ക്യാറ്റാണല്ലേ. സോ രഹി ഹേ, ഉറങ്ങുകയാണ്. അപ്പം ചൂഹു മ്യാവു സോ രഹി ഹേ. എലികളെ, പൂച്ച ഉറങ്ങുകയാണ്. അപ്പം പൂച്ച ഉറങ്ങുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം ആദ്യം ഞാൻ കവിത വായിക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ അർത്ഥം നോക്കാം കേട്ടോ. घर के पीछे छत के नीचे पाँव पसारे पूछ सवारे, देखो कोई मौसी सोई, नासों में से सौसों में से घर 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 हो रही है, चूहो म्याऊ सो रही है. बिल्ली सोई खुली रसोई भरे पतीले चने रसीले, उल्टो मड़का देखकर छटका, जो कुछ पाओ चढ़ कर जाओ, आज हमारा दूध दही है, चूहो म्याऊ सो रही है. मूछ मरोटो पूछ सिकोटो, नीचे उतरो चीजें कुदरो, आज हमारा राज हमारा करो तबारी जो मन चाही, आज मची है चूहा राही, चूहा शाही, डर कुछ भी चूहों को नहीं है, चूहो म्याऊ सो रही है. അപ്പം നമുക്ക് ഈ കവിതയുടെ അർത്ഥം എന്താണെന്ന് നോക്കാം. घर के पीछे छत के नीचे पाँव पसारे पूछ सवारे. घर के पीछे എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പുറകിലായിട്ട്, ഛത് കെ നീച്ചെ, ഛത് എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിൻ്റെ മേൽക്കൂര അല്ലെങ്കിൽ ടെറസിനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പുറകിൽ, വീടിൻ്റെ പുറകിലായിട്ട് പാവ് പസാരെ പൂച്ച് സവേരെ സവാരെ. പാവ് എന്ന് പറഞ്ഞാൽ കാല്, പൂച്ച് എന്ന് പറഞ്ഞാൽ വാല്. അപ്പോൾ കാലൊക്കെ നല്ല സ്ട്രെച്ച് ചെയ്ത്, പൂച്ച് സഫാരെ, വാലൊക്കെ നല്ല മടക്കി വെച്ചിട്ട്, ദേക്കോ കോയി മോസി സോയി, ആരെങ്കിലും നോക്കൂ, മോസി സോയി, മോസി ഉറങ്ങുകയാണ്. മോസി എന്ന് പറഞ്ഞാൽ നമ്മുടെ മദറിൻ്റെ സിസ്റ്ററിനെയൊക്കെയാണ് സാധാരണ മോസി എന്ന് പറയുക. പക്ഷെ ഈ കവിതയിൽ എലികൾ പറയുന്നതായതുകൊണ്ട് മോസി എന്ന് പറഞ്ഞാൽ ബില്ലി മോസി, അതായത് പൂച്ചയാണ് ഉദ്ദേശിക്കുന്നത്. നാസോമേസെ സാസോമേസെ, മൂക്കിൽ നിന്നും, സാസോം എന്ന് പറഞ്ഞാൽ ശ്വാസം. അപ്പം മൂക്കിൽ നിന്നും ശ്വാസത്തിൽ നിന്നുമൊക്കെ ഘർ 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 ഹോ രഹി ഹേ. ഘർ 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 ഹോ രഹി ഹേ എന്ന് പറഞ്ഞാൽ ഘർ ഘർ എന്ന് പറഞ്ഞ ശബ്ദമുണ്ട്. അതായത് എന്ത് ശബ്ദ? അതെ, കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്. ആരാ? ചൂഹോ മ്യാവു സോ രഹി ഹേ. എലികളെ, പൂച്ച ഉറങ്ങുകയാണ്. ബില്ലി സോയി ഖുലി രസോയി ഭരേ പതീലെ ചനെ രസീലെ. ബില്ലി സോയി, പൂച്ച ഉറങ്ങുകയാണ്. ഖുലി രസോയി, വാതിൽ, കിച്ചൺ. രസോയി എന്ന് പറഞ്ഞാൽ എന്താണ്? കിച്ചൺ. അപ്പോൾ ഖുലി, ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എലികളുടെ സന്തോഷം എന്താ? ബില്ലി ഉറങ്ങുകയാണ്, രസോയി അതായത് കിച്ചൺ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. അവിടെ എന്തൊക്കെയുണ്ട്? ഭരേ പതീലെ. പതീലെ എന്ന് പറഞ്ഞതാ ഇങ്ങനത്തെ പാത്രങ്ങളെയാണ് പതീലെ എന്ന് പറയാ. അപ്പം പാത്രങ്ങൾ നിറയെ ചനെ രസീലെ, നല്ല ചനെ എന്ന് പറഞ്ഞാൽ കടലയാണ്. അപ്പോൾ കടലക്കറി, കടലകളും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. കിച്ചൺ മൊത്തമായിട്ട് ഓപ്പൺ ആയി കിടക്കുകയാണ്. എല്ലാം അവിടെ അങ്ങനെ തന്നെ ഉണ്ട്. പൂച്ച ഉറങ്ങുകയാണ്. എലികളുടെ എനിമിയാണല്ലേ പൂച്ച. പക്ഷേ ഇന്ന് അവരെ ശല്യം ചെയ്യാൻ പൂച്ചയില്ല. പൂച്ച സുഖമായിട്ട് കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്. ഉൾട്ടോ മടുക്ക ദേക്കർ ചടുക്ക, ജോ കുച്ച് പാओ ചടുക്കർ ജാओ.
ഉൾട്ടോ മടുക്ക എന്ന് പറഞ്ഞാൽ, മടുക്ക എന്ന് പറഞ്ഞാൽ സാധാരണ മൺപാത്രങ്ങൾ അല്ലെങ്കിൽ പോട്ടനൊക്കെയാണ് മടുക്ക എന്ന് പറയാം. ഇവിടുത്തെ ഈ ലൈൻ എന്താന്ന് പറഞ്ഞാൽ ഉൾട്ടോ മടുക്ക ദേക്കർ ചടുക്ക. ചടുക്ക എന്ന് പറഞ്ഞാൽ ഒരു തട്ട് കൊടുത്തിട്ട്, ഒരു ചവിട്ട് കൊടുത്തിട്ട്, ഒരു തട്ട് കൊടുത്തിട്ട് പാത്രങ്ങളൊക്കെ മറിച്ചിടൂ. ജോ കുച്ച് പാവോ ചടുക്കർ ജാവോ. എന്ത് കിട്ടിയാലും, ജോ കുച്ച് പാവോ, എന്ത് കിട്ടിയാലും ചടുക്കർ ജാവോ, കഴിച്ചിട്ടോ അല്ലെങ്കിൽ എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ. ചടുക്കർ ജാവോ. ആജ് ഹമാര ദൂത് ദഹി ഹേ. ആജ് ഇന്ന്, ഹമാര നമ്മുടെ, ദൂത് പാല്, ദഹി തൈര്. അപ്പം ഇന്ന് ഇവിടുത്തെ പാലും തൈരും ഒക്കെ നമ്മുടേതാണ്. ചൂഹോ മ്യാവൂ സോ രഹി ഹേ. എലികളെ, പൂച്ച ഉറങ്ങുകയാണ്. സോ രഹി ഹേ എന്ന് പറഞ്ഞാൽ ഉറങ്ങുകയാണ്. മൂച്ച് മരോട്ടോ പൂച്ച് സിക്കോട്ടോ നീച്ചെ ഉദരോ ചീസേ കുതിരോ. മൂച്ച് എന്ന് പറഞ്ഞാൽ മീശ, പൂച്ച് എന്ന് പറഞ്ഞാൽ വാല്. അപ്പം മൂച്ച് മരോട്ടോ മീശയൊക്കെ പിരിച്ച്, പൂച്ച് സിക്കോട്ടോ വാലൊക്കെ ചുരുട്ടി, നീച്ചെ ഉദരോ താഴെ ഇറങ്ങിയിട്ട്, ചീസേം കുതിരോ സാധനങ്ങൾ. ചീസ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ. ചീസേം കുതിരോ കടിച്ച് മുറിച്ച് കഴിച്ചോളൂ. നിങ്ങൾക്ക് എന്ത് സാധനം കിട്ടിയാലും ഇഷ്ടം പോലെ കടിച്ച് മുറിച്ച് കഴിച്ചോളൂ. ആജ് ഹമാര രാജ് ഹമാര കരോ തബാഹി ജോ മൻ ചാഹി. ആജ് ഹമാര രാജ് ഹമാര. ഇന്ന് ഈ കിച്ചൺ നമ്മുടെ രാജ്യമാണ്. ഇന്ന് നമ്മുടെ രാജ്യം, ഇന്ന് ഇവിടെ നമ്മുടെ രാജ്യമാണ്. കരോ തബാഹി. തബാഹി എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക. ജോ മൻ ചാഹി, നമുക്ക് എന്ത് മനസ്സിൽ തോന്നുന്നോ, എന്ത് തോന്നുന്നോ അതൊക്കെ കയ്യിൽ കിട്ടുന്ന എല്ലാ സാധനവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നശിപ്പിച്ചോളൂ. ആജ് മച്ചി ഹേ ചൂഹാരാഹി. ഇന്നിവിടെ എലികളുടെ ഭരണമാണ്. ആജ് മച്ചി ഹേ ചൂഹാരാഹി. ഇന്ന് എലികളുടെ ഭരണമാണ്. ഇന്ന് എല്ലാ റൂൾസും എലികളുടെയാണ്. ഡർ കുച്ച് ബി ചൂഹോങ്കോ നെഹി ഹേ. ഡർ എന്ന് പറഞ്ഞാൽ പേടി. കുച്ച് ബി നെഹി ഹേ, ഒന്നുമില്ല. ചൂഹോങ്കോ എലികൾക്ക് ഇന്ന് ഒന്നുമില്ല പേടിക്കാൻ, ആരെയുമില്ല പേടിക്കാൻ. കാരണം എന്താ? ചൂഹോ മ്യാവൂ സോ രഹി ഹേ. അതെ, ഇവിടെ ആരാ ഉറങ്ങുന്നത്? പൂച്ച ഉറങ്ങുകയാണല്ലേ. അപ്പം എലികൾക്ക് ഒന്നും പേടിക്കണ്ട. അപ്പോൾ ഇതാണ് ഈ കവിതയുടെ അർത്ഥം. എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം. അർത്ഥമൊക്കെ ഈ ഒരു വീഡിയോയിൽ കേട്ട് നന്നായി മനസ്സിലാക്കണം കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. എന്താ നെക്സ്റ്റ് പേജിലുള്ളത്? പഠോ, വായിക്കൂ. ഓഹോ, അപ്പം നമുക്ക് വായിച്ചു നോക്കാമല്ലോ. ഘർ കെ പീച്ചെ ഛത്ത് കെ നീച്ചെ. ഇത് കവിതയിലുള്ള ലൈൻസ് ആണല്ലേ. ഈ ലൈൻസിനെല്ലാം ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താന്ന് ഞാൻ വായിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഘർ കെ പീച്ചെ ഛത്ത് കെ നീച്ചെ, പാവ് പസാരെ പൂച്ച് സവാരെ, ഭരെ പതീലെ ചനെ രസീലെ, ഉൾട്ടോ മടുക്ക उल्टो मड़का देकर चढ़का, मूछ मरोटो पूछ सिकोटो, नीचे उधरो चीज़ें कुदरो. എല്ലാവരും വായിച്ചോ? ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഈ ലൈൻസിൻ്റെ പ്രത്യേകത നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഘർ കെ പീച്ചെ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പുറകിൽ, ഛത് കെ നീച്ചെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറസിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ താഴെ. അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് ലൈൻ കണ്ടോ, പീച്ചേ നീച്ചേ, ഇത് രണ്ടും എന്താണ്? ഇത് ഒരുപോലെ ഉണ്ട് അല്ലേ? അതിന് നമ്മൾ എന്താ പറയുക? റൈമിങ് വേർഡ്സ്. അതെ, ഹിന്ദിയിൽ അതിനെ തുക്കാന്ത് ശബ്ദ് അല്ലെങ്കിൽ തുക്ക് വാലേ ശബ്ദ് എന്നൊക്കെ പറയും. തുക്ക്, ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ മനസ്സിലാവണം തുക്ക് എന്ന് പറഞ്ഞാൽ റൈമിങ്. അപ്പോൾ ഈ എല്ലാ ലൈൻസിലും പീച്ചേ നീച്ചേ. ഇനി നെക്സ്റ്റ് ലൈനിൽ പസാരേ, പാവ് പസാരേ പൂച്ച് സവാരേ. കാല് സ്ട്രെച്ച് ചെയ്ത് പിന്നെ വാല് നല്ല ഭംഗിയിൽ മടക്കി വെച്ചു. അപ്പം പസാരേ സവാരേ. അതുപോലെ നെക്സ്റ്റ് ലൈനിൽ എന്താണ്? പതീലേ രസീലേ.
കണ്ടോ? ഇനി നെക്സ്റ്റ് ലൈനിൽ മടുക്ക ചടുക്ക, മടുക്ക ചടുക്ക. നെക്സ്റ്റ് മരോട്ടോ സിക്കോട്ടോ, മരോട്ടോ സിക്കോട്ടോ. നെക്സ്റ്റ് ഉദരോ കുതിരോ. അപ്പം ഇനി ഏതൊക്കെ വേർഡ്സ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് റൈമിംഗ് വേർഡ്സ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? ഓക്കെ, അപ്പം റൈമിംഗ് വേർഡ്സ് വായിച്ച് നോക്കണം. നെക്സ്റ്റ് ലൈൻ, ഇത് കണ്ടോ, ഒരു റൈമിംഗ് വേർഡ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. തുക്ക് കണ്ടോ, തുക്ക് മിലാവോ ആകെ ബടാവോ, തുക്ക് മിലാവോ, അതായത് റൈമിംഗ് വേർഡ്സിന് ജോയിൻ ചെയ്ത് ആകെ ബടാവോ, അപ്പം മുന്നോട്ട് പോകൂ. എങ്ങനെയാണ് ഈ ഗെയിം? ഒരു സ്നേക്കിൻ്റെ പിക്ചർ ഉണ്ട്, ഇതിൻ്റെ ബോഡിയിൽ കുറേ വേർഡ്സ് ഉണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലത്ത് ബ്ലാങ്ക് വേർഡ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യണം. ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞാൽ ആ ബ്ലാങ്ക്സിൽ എന്ത് കൊടുക്കണം? അതെ, റൈമിംഗ് വേർഡ്സ് ആണ് കൊടുക്കേണ്ടത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വേർഡ് സോയി ഖോയി, റൈമിംഗ് വേർഡ്സ് ആണല്ലോ. നെക്സ്റ്റ് പതീലേ, പതീലയുടേത് എന്താ? നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു? പതീലേ രസീലേ, പതീലേ രസീലേ. അപ്പോൾ ഈ ബ്ലാങ്കിൽ രസീലേ എന്ന് എഴുതണം. നെക്സ്റ്റ് മടുക്ക, മടുക്കയുടേത് എന്തായിരുന്നു? ബുക്കിൽ നോക്കുമോ? അതെ, മടുക്ക ചടുക്ക. പസാരേ, പസാരേ എന്താണ് പസാരേ? പസാരേ സവാരേ, പസാരേ സവാരേ. നെക്സ്റ്റ് മരോട്ടോ, മരോട്ടോ സിക്കോട്ടോ, മരോട്ടോ സിക്കോട്ടോ. നെക്സ്റ്റ് ഉദരോ കുതിരോ. അപ്പോൾ ഈ പറഞ്ഞ വേർഡ്സ് എല്ലാം നിങ്ങൾ ബുക്കിൽ നോക്കി കണ്ടുപിടിച്ചിട്ട് ഈ ഗ്യാപ്പിൽ എഴുതി വെക്കണം. നെക്സ്റ്റ് പേജിൽ നോക്കുമ്പോൾ ഇവിടെ എന്താ? ഇവിടെ ഒരു കവിതയുണ്ട് അല്ലേ? ഇതൊരു ലോങ് കവിതയാണ്. നമുക്ക് നോക്കാം ഇത് വലിയ കവിതയാണോ, എന്താ ഈ കവിതയിൽ കൊടുത്തിരിക്കുന്നതെന്ന്. മക്കടി കക്കടി ലക്കടി. അഗെയിൻ കണ്ടോ, റൈമിംഗ് വേർഡ്സ് ആണല്ലേ? മക്കടി കക്കടി ലക്കടി. हमने 3 चीज़ें देखी, दादा 3 चीज़ें देखी. ഞങ്ങൾ 3 കാര്യങ്ങൾ കണ്ടു. ചീസേം എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ. ദാദാ 3 ചീസേം ദേഖി. എന്തൊക്കെയാണ് 3 സാധനങ്ങൾ? एक डाल पर थी एक मकड़ी, लकड़ी पर बैठी थी मकड़ी, मकड़ी ഖാ रही थी खकड़ी. ഒരു മരച്ചില്ലയിൽ ഏക്ക് മക്കടി, മക്കടി എന്ന് പറഞ്ഞാൽ സ്പൈഡർ ഉണ്ടായിരുന്നു. ലക്കടി പർ ബൈട്ടി ദി മക്കടി, ലക്കടി എന്ന് പറഞ്ഞാൽ ഒരു വുഡ് പീസ് ബൈട്ടി ഇരിക്കുകയായിരുന്നു മക്കടി. സ്പൈഡർ ഇടുന്നത് ഒരു വുഡിൻ്റെ പീസിലായിരുന്നു. മക്കടി ഖാ രഹീദി കക്കടി, മക്കടി കഴിക്കുകയായിരുന്നു. ഖാ രഹീദി, മക്കടി എന്തായിരുന്നു കഴിക്കുന്നത്? കക്കടി എന്ന് പറഞ്ഞാൽ കുക്കുംബർ. അപ്പോൾ ഇവിടെ 3 റൈമിംഗ് വേർഡ്സ് ആണ് ഈ കവിതയിലുള്ളത്. ലക്കടി മക്കടി കക്കടി, മക്കടി കക്കടി ലക്കടി, കക്കടി ലക്കടി മക്കടി. ഇനി നെക്സ്റ്റ് ലൈൻ, हमने 3 चीज़ें देखी, दादा 3 चीज़ें देखी. എന്തൊക്കെയാണ്? 3 കാര്യങ്ങൾ കണ്ടു. ദാദാ 3 चीज़ें देखी. एक खेत में थी कुछ बालू, बालू पर बैठा था भालू, भालू खा रहा था आलू. एक खेत में, ഒരു തോട്ടത്തിൽ, കുച്ച് ബാലു, ബാലു എന്ന് പറഞ്ഞാൽ സാൻഡ്, അതായത് മണലുണ്ടായിരുന്നു. ബാലു പർ ബൈട്ടാത ഭാലു, മണലിൻ്റെ ആരായിരുന്നത്? ഭാലു. ഭാലു എന്ന് പറഞ്ഞാൽ കണ്ടോ, ബാലുവിനെ കണ്ടോ? ബാലു എന്ന് പറഞ്ഞാൽ ബെയർ ഇരിക്കുന്നുണ്ടായിരുന്നു. എൻ ബാലു ഖാ രഹാത ആലു, ബാലു എന്താ കഴിച്ചുകൊണ്ടിരുന്നത്? ആലു. ബാലു ഭാലു ആലു, ബാലു ആലു ബാലു, ആലു ബാലു ഭാലു. എങ്ങനെയുണ്ട് കവിത?
നല്ല കവിതയല്ലേ? അപ്പോൾ റൈമിംഗ് വേർഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ കുറേ റൈമിംഗ് വേർഡ്സ് ഉണ്ട്. ആദ്യം അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് പേജിലൊരു ബോർഡ് ഗെയിം പോലെയുണ്ട്. അതിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ നമ്മൾ കൃത്യമായിട്ടുള്ള റൈമിംഗ് വേർഡ്സ് കൊടുക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പേജിൽ എന്താ കണ്ടേ? റൈമിംഗ് വേർഡ്സ് ഉപയോഗിച്ചിട്ടൊരു പോയം, ഒരു ചെറിയ പോയം അല്ലേ? അതെ. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. എല്ലാവരും നന്നായി വായിച്ച് പഠിക്കണം. ഞാൻ പെട്ടെന്ന് നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് വരാം. ബൈ.